ഞാൻ ഷാർജയിലാണ് കേട്ടോ താമസം. ഷാർജയിൽ താമസിക്കുമ്പം ദുബൈയിലെ പോലെ അങ്ങനെ അധിക സൗകര്യമൊന്നുമില്ല. പാർക്കുകളൊക്കെ വളരെ കുറവാണ്. അതിപ്പം നമ്മൾ താമസിക്കുന്ന ഏരിയയുടെ അടുത്തൊന്നും പാർക്കുകളും കാര്യങ്ങളൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ആകപ്പാടെ ഒരു ആശ്രയം എന്ന് പറഞ്ഞാൽ മാളുകൾ മാത്രമാണ്. ഒത്തിരി മാളുകളൊന്നുമില്ല. എങ്കിലും സഫാരി മാളാണ് ഇപ്പം നമ്മുടെ അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള മാൾ കേട്ടോ. അപ്പോൾ സഫാരി മാളിൽ പോയിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക, പുതിയ പുതിയ സാധനങ്ങൾ വെരിഫിക്കേഷൻ നടത്തുക, ഇതൊക്കെയാണ് എനിക്ക് ആകെയുള്ള വിനോദം. അപ്പം അങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഈ സഫാരി മാളിൽ തന്നെ വന്നിട്ടാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും എല്ലാം പർച്ചേസ് ചെയ്യുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്യപ്പെടാത്ത കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ പൊടികളുടെ മാത്രമായിട്ടൊരു സെക്ഷനുണ്ട്. ആ സെക്ഷനിൽ നിന്നാണ് സാധാരണയായിട്ട് നമ്മൾ പരിപ്പ്, പയർ, അരി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ മേടിക്കാറ്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് വേറെ കുറേ പൊടികളും കൂടെയൊക്കെ ഞാൻ കണ്ടത് കഴിഞ്ഞ ഒരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളിപ്പൊടി അതുപോലെ ഉള്ളിപ്പൊടി എന്ന് പറഞ്ഞാൽ സവാളപ്പൊടിയാണ് കേട്ടോ. സവാളപ്പൊടി, അതുപോലെ തന്നെ വെളുത്തുള്ളിപ്പൊടി, ഇഞ്ചിപ്പൊടി, അങ്ങനെ എല്ലാ സാധനങ്ങളുടെയും പൊടി ഇവിടെ ലഭ്യമാണ് കേട്ടോ. വൈറ്റ് പെപ്പറും ബ്ലാക്ക് പെപ്പറും അതിൻ്റെയൊക്കെ പൊടികൾ പിന്നെ സാധാരണയായിട്ട് എല്ലായിടത്തും ഉള്ളതല്ലേ. പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ ഡിഫറൻ്റായിട്ട് കുറേ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ പൊടിയായിട്ട് തന്നെ കിട്ടുമേ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒനിയൻ പൗഡർ എന്നുള്ള ഒരിത് കാണുന്നത് കേട്ടോ. അപ്പോൾ ഒനിയൻ പൗഡർ കുറച്ച് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരാൻ വേണ്ടി ആ പയ്യനോട് പറഞ്ഞപ്പോൾ ആ പയ്യൻ ഇങ്ങനെ തന്നതാണ്. പക്ഷേ ശരിക്കും വെളുത്തൊരു പൊടിയാണ്. നമുക്ക് കണ്ടാൽ തോന്നും എന്തോ മാവാണെന്ന് തോന്നും. പക്ഷേ അത് ഉള്ളിയുടെ പൊടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഫ്രൈ ചെയ്യാനോ അതൊക്കെ അതിനൊക്കെ ഈ ഒനിയൻ പൗഡർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ ഈസിയാണ്. അപ്പോൾ നമ്മൾ സവാള അരിയാനൊന്നും സമയമില്ലെങ്കിൽ നമുക്കിതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനത് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഒനിയൻ പൗഡർ മേടിച്ചു. പിന്നെ ഞാൻ പെപ്പർ പൗഡർ, ഗാർലിക് പൗഡർ, ജിഞ്ചർ പൗഡർ, പിന്നെ കുറേ അതുപോലെ എന്താ പറയുക, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി, ബിരിയാണി മസാലപ്പൊടി, അങ്ങനെ എല്ലാ നമുക്ക് ആവശ്യമുള്ള നമ്മൾ ഉപയോഗിക്കുന്നത്, പിന്നെ നോർത്ത് ഇന്ത്യൻസ് ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങൾ അതിനകത്തുണ്ട് കേട്ടോ. പിന്നെ ശർക്കര തന്നെ പല വിധത്തിലുള്ള ശർക്കരയുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ച സ്പെഷ്യലായിട്ട് മേടിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബദാം ഗം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇവിടെ കാണിക്കാൻ പറ്റിയിട്ടില്ല. ബദാം ഗം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതൊരു ബദാം മരത്തിൻ്റെ ഒരു കറയാണെന്നാണ് പറയുന്നത്. അത് ശരീരം തണുപ്പിക്കാനും ഒക്കെ ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ ശരീരത്തിന് ഭയങ്കര ചൂടായിരിക്കുമല്ലോ. ഇവിടെ ഭയങ്കര ചൂടുള്ള സമയമാണല്ലോ ഇപ്പം. അപ്പം നമ്മൾ അത് കുറച്ച് ഒരു 1-2 എടുത്ത് വെള്ളത്തിലിട്ടിട്ട് അതിനൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും ജ്യൂസിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലതാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്, ഭയങ്കര ന്യൂട്രീഷ്യസ് ആണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാകും. ബദാം ഗം എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാകും കേട്ടോ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. പിന്നെ ബദാം ഗമ്മും മേടിച്ചിട്ടുണ്ട്. കസ്കസ്, പിന്നെ പോപ്പി സീഡെന്നും പറയും കേട്ടോ കസ്കസിന്. അതിന് ഒരുപാട് ഔഷധ ഗുണം, പോഷക ഗുണമൊക്കെ ഉള്ളതാണ് കേട്ടോ. അത് നിങ്ങൾ സെർച്ച് ചെയ്താൽ മനസ്സിലാകും നിങ്ങൾക്ക് കസ്കസിൻ്റെയും അതുപോലെ തന്നെ ബദാം ഗമ്മിൻ്റെയും ഉപയോഗങ്ങളെ. പിന്നെ അതിനോടൊപ്പം തന്നെ ഞാൻ ചിയാ സീഡും കസ്കസും ബദാം ഗമ്മും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പം ഞാൻ ജ്യൂസ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുമ്പം നമുക്ക് എന്ത് ജ്യൂസാണെങ്കിലും അവക്കാഡോ ആകട്ടെ അതുപോലെ ആപ്പിൾ ആകട്ടെ എന്തിൻ്റെ കൂടെ ഇതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ. താങ്ക് യു സോ